അപ്പൊ അതിന് ഒരു പശ്ചാത്തലം ഒരുക്കണമെങ്കിൽ പാവപ്പെട്ടവരുടെ കയ്യിൽ പണം ചെല്ലണം. അങ്ങനെ പാവപ്പെട്ടവരുടെ കയ്യിൽ പണം ചെന്നാൽ അത് പുരുഷന്റെ കയ്യിലാണ് ചെല്ലുന്നതെങ്കിലോ ആ പണം മുഴുവനും മദ്യ ഷാപ്പിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഭൂരിഭാഗവും ചെലവഴിച്ചു പോകും. മറിച്ച് അത് സ്ത്രീകളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ലാസ്റ്റ് പൈസ വരെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകൾക്ക് മുൻഗണന നൽകിയത്. അതൊരു ഡിമാൻഡ് ഡ്രിവൺ പ്രോജക്റ്റ് ആണ്. അതായത് ആവശ്യക്കാർക്ക് തൊഴിൽ കൊടുക്കും. ഇപ്പൊ മുകേഷ് അംബാനി വന്ന് എനിക്കൊരു ദിവസം തൊഴിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയും അന്ന് 180 രൂപയായിരുന്നു തുടക്കത്തിൽ ഇതിന്റെ കൂലി. 180 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയും ജോലി ചെയ്യണം. ബംഗാളിലൊക്കെ അന്ന് 60 രൂപയെ കൂലിയുള്ളൂ കേട്ടോ. അപ്പോഴാണ് 180 രൂപ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി വെച്ചത്. എന്തിനാണ് അങ്ങനെ കൂലി വെച്ചത്? ഇന്ത്യയിലാകെ, അതായത് നിയമം കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല. ഇന്ത്യയിലെ ഈ എന്താ പറയാ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന കൂലി, മിനിമം കൂലി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കിയത് 1972 തന്നെ ഉണ്ടാക്കിയ നിയമം കിടക്കുന്നുണ്ട്. പക്ഷെ ആ നിയമം ഒന്നും ആരും പാലിക്കില്ല.